ഹലോ നമസ്കാരം. അപ്പം ഞാനിന്ന് ഒരു വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു വൈന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പഴയ ഞാൻ ഉണ്ടാക്കി 1 മാസം പഴക്കമുള്ള ഒരു വൈൻ്റെ ഒരു ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം, എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാനിന്ന് ഉണ്ടാക്കിയൊരു വൈൻ്റെ ബോട്ടിലാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വൈന് നമുക്കൊരു വൈൻ ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കി. ഇത് പേരയ്ക്ക വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വൈന്. നമുക്ക് നിസ്സാരമായിട്ട് പേരയ്ക്ക വെച്ചേക്കുന്ന വൈൻ ഉണ്ടാക്കണം. പേരയ്ക്കയിൽ നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും വൈൻ ഉണ്ടാക്കാം. ഞാനിത് പേരയ്ക്ക വെച്ചാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്, എൻ്റെ ഒരു ടെക്നിക്കായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെ വൈൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വൈനിലേക്ക് കിടക്കാം. ഇന്നൊരു വൈൻ്റെ വീഡിയോ ആയിട്ട്. കുറച്ച് കാലമായിട്ട് പുതിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് ബൈക്കിൽ നിന്നൊന്ന് വീണായിരുന്നു. ഇന്ന് കൈ പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഒന്നും ഇട്ടായിരുന്നത്. ഇനിയിപ്പം അങ്ങോട്ട് പുതിയ വീഡിയോസ് അടുപ്പിച്ച് തന്നെ പുതിയ വീഡിയോസ് കാണും. ഞാൻ പുതിയ പുതിയ വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കാം. നല്ല ഫ്രഷ് പേരയ്ക്ക കേട്ടോ. പേരയിൽ നിന്ന് നേരെ പറിച്ച് അത് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം. ഇതിപ്പോൾ കഴുകി വെച്ചേക്കുന്ന പേരയ്ക്കയാണ്. നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട്, ചെറിയ ചൂട് വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കുന്ന പേരയ്ക്കയാണ്. ഇതിനി ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നല്ലപോലെ പഴുത്ത പേരയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ അതിൻ്റെ തൊണ്ട് കളയുന്നില്ല, ചെറിയ ചെറിയ പീസായിട്ട് ഞാനത് അരിഞ്ഞെടുക്കുകയാണ്. അരിയുമ്പോൾ മാക്സിമം എന്തായാലും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയുന്നതാണ് ബെറ്റർ. നല്ലപോലെ ചെറുതാക്കി അരിയുകയാണെങ്കിൽ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും എത്ര ചെറുതാക്കി അരിയുന്നോ അത്രയും സത്ത് നമ്മുടെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടും. ഞാനിതിവിടെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇലയുള്ളൊരു പേരയ്ക്ക എടുത്ത് വെച്ചത്. നമ്മുടെ ഈ എടുത്തേക്കുന്ന പേരയ്ക്ക ഇനി നമുക്ക് വെള്ളത്തിനകത്തോട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് ഞാൻ തിളപ്പിക്കുന്നത്. വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. ബാക്കി നമുക്ക് കാണാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നല്ല ചുമല കളറുള്ള പേരയ്ക്കയാണ് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 പേരയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കുപ്പി നമുക്ക് അത് ഏകദേശം 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി നിറയ്ക്കാണ്ട് 1 ലിറ്റർ വെള്ളം, 1 ലിറ്ററിന് ഇച്ചിരി കുറച്ച് മേളിൽ വെള്ളം എടുത്ത് 3-4 പേരയ്ക്കകത്തോട്ട് ഒഴിച്ച് അത് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മുടെ ഈ പേരയ്ക്കകത്തുള്ള സത്ത് ശരിക്കും നമ്മുടെ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങണം. ഞാൻ ആ പേരയ്ക്കയുടെ പൾപ്പ് എടുക്കുന്നില്ല, ഞാൻ ആ പേരയ്ക്കയുടെ സത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ പേരയ്ക്കയുടെ വെള്ളത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങി. ഇനി തിളപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ നല്ലപോലെ മാറി ഒരു ഏകദേശം ഒരു ഓറഞ്ച് കളറോളം വരും. അന്നേരമാണ് നമ്മളിത് മാറ്റുന്നത്. ഞാനിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈന് കെട്ടി വെക്കുമ്പോഴത്തേക്കും അതിനാ ഒരു ഗ്യാസൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഞാൻ ഇട്ട് വെക്കുന്നത്. എന്നാലേ അതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ. നമ്മൾ പഞ്ചസാര ഇട്ടാണ് വെക്കുന്നത്. ഞാൻ ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. കാരണം ഇത്രയും വെള്ളത്തിന് ഇത് അധികമല്ല പഞ്ചസാര, ഇത് കുറവാണ് ഈ പഞ്ചസാര. കുറച്ച് പഞ്ചസാര ഒരുപാട് ഇടണ്ട, കുറച്ചധികം പഞ്ചസാര ഇടുന്നതിനനുസരിച്ച് നമ്മുടെ ഇതുകൂട്ട് വൈൻ്റെ ആ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു കയ്പ്പ് കിട്ടുക ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്തത്.
പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് മൊത്തമല്ല ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടൊരു നുള്ളു ഈസ്റ്റ് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ഈസ്റ്റ് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ആകും. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് കരടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ അരിച്ചെടുത്താൽ നമുക്ക് കുപ്പിയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും കുപ്പിയുടെ അടിയിൽ ചെറുതായിട്ട് കുറച്ച് കരട് പോലെ വരും. പക്ഷേ ഇത് മാക്സിമം നമ്മൾ അരിച്ചെടുത്ത് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം സാറിന് ഇതുപോലത്തെ ചില്ല് കുപ്പികൾ എടുത്താൽ മതി നമുക്കത് ഒഴിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചാണ് അതിൻ്റെ മൂടി കെട്ടിയിടുന്നത്. കാരണം ഒരുപാട് അതിനകത്ത് എയർ വരുമ്പോഴത്തേക്കും, ഗ്യാസ് വരുമ്പോഴത്തേക്കും അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കുപ്പി, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം ഞാൻ ഇതുപോലത്തെ ഒരു ചില്ല് കുപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല കളറായിട്ടുണ്ട് നമ്മുടെ വൈൻ്റെ കളറ്. ഇത് കുറച്ച് കാലം ഇരിക്കുന്നതനുസരിച്ച് ഇത് തെളിയും. നല്ല തെളിഞ്ഞ വെള്ളം. ഇതിപ്പം ഒരു 1-2 മാസം പഴക്കമുള്ള വൈനാണ് ഞാൻ കെട്ടി വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ച്. ഇത് വൈൻ്റെ ബോട്ടിലിൽ തന്നെയാണ് കെട്ടി വെച്ചേക്കുന്നത്. അത് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഗ്യാസ് നല്ല തള്ളിയിരിക്കുന്നത്. അത് നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ അളവ് വളരെയധികം കൂടുതൽ വരും. ഇതുപോലൊരു കവർ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് റബ്ബർ പോലെ എന്തെങ്കിലും ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ കെട്ടി വെക്കുകയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറേ കൂടി എളുപ്പം. കാരണം ഒരുപാട് ഓവറായിട്ട് അതിനകത്ത് ഗ്യാസ് ഫോം ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കവറിൻ്റെ കൂടെ ലീക്കായിട്ട് തന്നെ വെക്കുകയുള്ളൂ. അത് ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള നല്ല പ്രഷറിൽ വെക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന വൈനാണ്. ഇതിനകത്ത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇത് അത്ര ചുമല പേരക്കയല്ല, കുറച്ചുകൂടെ പച്ചയായിട്ടുള്ളൊരു പേരക്കയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിനകത്ത് ഗ്യാസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ലേഡി കുടിച്ച് നോക്കുമല്ലേ? മുന്തിരി വൈനെക്കാട്ടും ടേസ്റ്റാ, നല്ല പവറാ. ഉണ്ട് ഗ്യാസ് ഉണ്ടാ? നല്ല രസാ. മുന്തിരി വൈൻ കുടിക്കുമല്ലേ, അതിലും ഒട്ടും കുറവല്ല, അതിലും കൂടുതലാണ്. അമ്മച്ചിക്ക് കൊടുക്കണേ, എല്ലാവർക്കും കൊടുക്കണേ, നല്ല മൊത്തം കുടിക്കല്ലേ? ഞാൻ കുടിച്ചോളാം, കുടിക്കുവാണെങ്കിൽ ഇവിടെ പൂസാക്കിയിട്ടുള്ളൂ. എല്ലാവർക്കും വേണ്ടേ? കുറച്ചേ ഉള്ളൂ. ഡാഡി പറഞ്ഞാലും കവർ ചെയ്യൂല, എന്നാലും കുഴപ്പമില്ല. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.